കേന്ദ്രമന്ത്രിമാർ ചുമതലയേറ്റെടുത്തു. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കറും ചുമതലയേറ്റു. വിവിധ സഹമന്ത്രിമാരും ഇന്ന് ചുമതലയേറ്റു. ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചിയെ തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ജോർജ് കുര്യൻ. തീരമേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് UN രക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് എസ് ജയശങ്കർ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നയങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാകും പ്രവർത്തനമെന്ന് ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി ജനം TVയോട്. ജാതി വിവേചനം ഭാരതത്തിൻ്റെ പരമ്പരാഗത ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ കണ്ടെത്താനാവില്ലെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സ്വാർത്ഥരായ കുറേ മനുഷ്യർ ചെയ്തു വെച്ചതാണ് അയിത്തമെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചിയെ തെരഞ്ഞെടുത്തു. കനക് വർദ്ധൻ സിംഗ് ദിയോയും പ്രവതി പരിതയും ഒഡീഷയുടെ ഉപമുഖ്യമന്ത്രിമാരാവും. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ആദ്യ ക്ഷണപത്രം പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി S നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദൻ, ഇപ്പോൾ ഒറീസയിലും സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. BJP ഡബിൾ എഞ്ചിൻ സർക്കാർ ഒറീസയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പ്രചരണത്തിൽ മുഴുവനും പറയുകയും ചെയ്തത്. ഇപ്പോൾ സർക്കാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രണ്ട് ഉപമുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും നാളെ ചുമതലയേൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഐസൻ, 147 അംഗ നിയമസഭയിൽ BJPക്ക് 78 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണുള്ളത്. അതിനാൽ തന്നെ കഴിഞ്ഞ 24 വർഷം നീണ്ടുനിന്ന ബിജു ജനതാദൾ ഭരണം അവസാനിക്കാൻ പോകുന്നു. ഇന്ന് മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗിൻ്റെയും അതേപോലെ തന്നെ ഭൂപേഷ് യാദവിൻ്റെയും അധ്യക്ഷതയിൽ അവരുടെ ഒരു നേതൃത്വത്തിൽ ഇന്ന് പ്രത്യേക യോഗം, നിയമസഭാ കക്ഷി യോഗം ചേർന്നിരുന്നു. അതിലാണ് ഇന്ന് ഒരു മുഖ്യമന്ത്രിയെയും 2 ഉപമുഖ്യമന്ത്രിയെയും തെരഞ്ഞെടുത്തത്. മോഹൻ ചരൺ മാഞ്ചിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി. അതേപോലെ തന്നെ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഒന്ന് കനകവർദ്ധൻ സിംഗ് ദിയോയും അതേപോലെ തന്നെ പ്രവതി പരിതയുമാണ് മുഖ്യമന്ത്രി. ഒരു വനിതാ ഉപമുഖ്യമന്ത്രി ഭാരതത്തിൻ്റെ നാരീശക്തി എന്നുള്ള കേന്ദ്രീകൃതമായ പദ്ധതികൾക്ക് അത് കൂടുതൽ ഊർജ്ജം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ബിജു ജനതാദളിൻ്റെ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് നിന്ന ഭരണത്തിനാണ് BJP അന്ത്യം വരുത്തുന്നത്. 2000-ലും 2004-ലും BJP ബിജു ജനതാദൾ സർക്കാരിൽ അംഗമായിരുന്നു. അതേസമയം ഇപ്പോൾ പൂർണ്ണമായും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം, ഒഡീഷയുടെ ഭരണം, അത് ആദ്യമായാണ് BJP ഏറ്റെടുക്കുന്നത്. 40.07% വോട്ടുകളാണ് BJP അവിടെ നേടിയത്. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിലാണ് BJP അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ 24 വർഷം ഒഡീഷയുടെ ഏറ്റവും മോശപ്പെട്ട വർഷമായി ഉയർത്തിക്കാട്ടിയാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയിരുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയായിരുന്നു പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. അദ്ദേഹം അന്ന് പ്രചരണ വേളയിൽ തന്നെ പറഞ്ഞത് ജൂൺ 10-ാം തീയതി ഒഡീഷയിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്നായിരുന്നു. മാത്രമല്ല, ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള വികസനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വികസനങ്ങളിലേക്ക് ഒഡീഷ ഓടിയെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങളിലാണേലും അതേപോലെ തന്നെ മറ്റ് വികസന കാര്യങ്ങളിലാണേലും ഒക്കെ തന്നെ ഒഡീഷ ഒരു തരത്തിലും മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം ഓടിയെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം വലിയ രീതിയിൽ ധാതു സമ്പത്തുള്ള സംസ്ഥാനമാണ് ഒഡീഷ. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് BJP കഴിഞ്ഞ 24 വർഷം ഒഡീഷയുടെ ഏറ്റവും മോശപ്പെട്ട വർഷമായി കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിലും BJP അധികാരത്തിൽ വന്നു. പിന്നാലെ ഒഡീഷയിലും ഇപ്പോൾ BJP അധികാരത്തിലേക്ക് വരുന്നു. ഇനി വലിയൊരു വികസനത്തിൻ്റെ തേരോട്ടം തന്നെ ഒഡീഷയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് സമസ്ത മേഖലയിലും ഊന്നിയുള്ള വികസനം. ഈ മോഹൻ ചരൺ മാഞ്ചി, അദ്ദേഹം ഒരു വനവാസി വിഭാഗത്തിൽ നിന്നുമുള്ള BJPയുടെ നേതാവാണ്. 4 തവണ MLA
പ്രഗത്ഭനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃപാടവം BJP തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി BJP തീരുമാനിച്ചതും. ഏതായാലും മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഒരു പരിഗണന ഒഡീഷയ്ക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വം കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് 24 വർഷം നീണ്ടുനിന്ന ഭരണത്തിനാണ് BJP തടയിട്ടത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അവിടെ ഒഡീഷയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉടലെടുത്തപ്പോഴും എല്ലാം BJP അവിടെ കൃത്യമായ സമീപനത്തോടുകൂടി അവിടെ നേതൃപാടവം ഏറ്റെടുക്കുവാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഐസൻ. നന്ദൻ, അതുപോലെ തന്നെ ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. കാരണം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരെല്ലാവരും തന്നെ, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാരെല്ലാവരും തന്നെ അതാത് വകുപ്പുകളുടെ ചുമതലയേറ്റ ദിവസം കൂടിയായിരുന്നു. അത്തരം വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാരണം ചില വകുപ്പുകൾ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. വിദേശകാര്യം, ആഭ്യന്തരം, പ്രതിരോധം, ധനവകുപ്പ്, ഇതെല്ലാം തന്നെ മാറ്റമില്ലാതെ തുടരുകയുമാണ്. എന്താണ് ഡൽഹിയിലെ അധികാരമേറ്റെടുത്ത ആ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങൾ? ഐസർ, ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നരേന്ദ്രമോദി ചുമതല ഏറ്റെടുത്തിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരുമായി അദ്ദേഹം സംവദിച്ചു. പിന്നീടാണ് ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങളുണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 3 കോടി വീടുകൾ കൂടി നൽകുവാനും അതേപോലെ തന്നെ കിസാൻ സമ്മാന നിധിയുടെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് നൽകുവാനുമുള്ള തീരുമാനം. അങ്ങനെ വളരെ സുപ്രധാനമായ തീരുമാനമാണ് ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിലുണ്ടായത്. അതിനുശേഷം ഇന്ന് ഓരോ മന്ത്രിമാരായി അവരവരുടെ വകുപ്പുകളിലെത്തി അതാത് മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റു. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ BJP തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകിച്ച് ആഭ്യന്തരമാണെങ്കിലും ധനമാണെങ്കിലും അതേപോലെ തന്നെ പ്രതിരോധമാണെങ്കിലും ഇത്തരം വകുപ്പുകളൊക്കെ തന്നെ മുതിർന്ന BJP നേതാക്കൾ തുടരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറെ പ്രത്യേകത എന്ന് പറയേണ്ടത് BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന JP നദ്ദ അദ്ദേഹം ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്നുള്ളതാണ്. ആദ്യ 2014 നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. ആ പ്രവർത്തന മികവ് തന്നെയാണ് അദ്ദേഹത്തെ ഈ 3ാം നരേന്ദ്രമോദി സർക്കാരിലേക്ക് ഈ മന്ത്രാലയത്തിൻ്റെ ചുമതല നൽകുവാനുള്ള കാരണമായതും. ഏതായാലും ഇന്ന് ഓരോ മന്ത്രിമാരും, ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം പോലീസ് മെമ്മോറിയലിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. അതേപോലെ തന്നെ മുതിർന്ന മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് അദ്ദേഹം പ്രതിരോധത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തു. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് S ജയശങ്കറിൻ്റെയാണ്. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ ഈ അതിർത്തി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഉടൻ തന്നെ വേണ്ട നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ജയശങ്കറിൻ്റെ ഇടപെടൽ ഇനി എത്രമാത്രം ഗുണകരമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുമുള്ള 2 സഹമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അവർ മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുത്തു. രാവിലെ ജോർജ് കുര്യൻ ആദ്യം അദ്ദേഹത്തിൻ്റെ അനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ട വകുപ്പിലാണ് ചുമതല ഏറ്റെടുത്തത്. അതിനുശേഷമാണ് അദ്ദേഹം ന്യൂനപക്ഷ മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം കേരളത്തിൻ്റെ പ്രത്യേക വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്നും അതേപോലെ തന്നെ ആ തീരദേശ ജനതയ്ക്ക് വേണ്ട സുരക്ഷയും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് അവരെ നേരിട്ട് കണ്ട് മുതലപ്പുഴയിലടക്കം നേരിട്ടെത്തി അവരുമായി സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത് നരേന്ദ്രമോദിക്കൊപ്പം അധികാരമേറ്റത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നതെന്നാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത്. ഐസൻ.